വിഷുക്കാലമായി മാങ്ങാക്കറി വച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പർ. ഇനി അതിൻ്റെ റെസിപ്പികൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ വിഷുക്കട്ടയ്ക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണം മാങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് 2 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കൂട്ടി അരച്ച് വെച്ചിരിക്കണം. പച്ചക്കടുക് അരച്ച് വെച്ചിരിക്കണം. പിന്നെ 2 നാളികേരം പിഴിഞ്ഞ പാല്, 2ാം പാല്, ഇത് 1ാം പാല്, തലപ്പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി ഇതെല്ലാം കൂടി തിരുമ്പി വെക്കണം. മാങ്ങയിൽ കടുകും മുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് തിരുമ്പി വെക്കണം. ഉപ്പ്, മസാല എല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം അടുപ്പത്ത് ചീഞ്ചട്ടി വച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ മസാല കൂട്ടിവെച്ച മാങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കി കൂട്ടി ചൂടായതിന് ശേഷം 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു. അല്പം കൂടി ഉണ്ട്, അതും കൂടി ഒഴിക്കാം. നല്ലോണം വിറകടുപ്പിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, നല്ല നാടൻ രീതിയിൽ. തിളച്ച് വന്നതിന് ശേഷം ഇളക്കി നല്ല തിള വന്നതിന് ശേഷം 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു. 1ാം പാൽ ഒഴിച്ച് ഒന്ന് ചെറിയ രൂപയിൽ വരുമ്പോൾ തന്നെ ഇറക്കി മാറ്റി വെച്ചു. ഒന്ന് മറ്റിയതിന് ശേഷം ഇറക്കി മാറ്റി വെച്ചു. വേറെ ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് സ്പൂൺ ഇട്ടതിന് ശേഷം കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില 2 തണ്ട് എന്നിവ ഇട്ട് താളിച്ച് വേവിച്ച് വെച്ച മാങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. മാങ്ങക്കറി റെഡി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പാത്രത്തിലെടുത്ത്. പുളിയൊക്കെ ഉണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. ആയിക്കോട്ടെ, ഞങ്ങൾ വിഷുക്കട്ടൊക്കെ കഴിച്ച് നോക്കട്ടെ. വിഷു വരുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസായിട്ട് വിഷുക്കട്ട ഉണ്ടാക്കി കഴിച്ച് നോക്കുകയാണ്.